മാത്രമാണ്. ശ്രീകുമാർ, അതായത് മുൻപും LDF വല്ലാതെ തോറ്റുപോയിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഒരു സീറ്റ് നേടുന്നു. അത് ഏകപക്ഷീയമായ വിജയം, അങ്ങുകൂടി ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണത്. ഏകപക്ഷീയമായ വിജയം സുരേഷ് ഗോപിയിലൂടെ നേടുന്നു, വിജയിക്കുന്നു. ഇത്തവണത്തേത് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് CPM. അതായത് കാൽച്ചുവട്ടിലെ മണ്ണ് വല്ലാതെ ഒഴുകിപ്പോകുന്നുവെന്നവർ തിരിച്ചറിയാതെ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആപത്ത് കാലത്തുള്ള കീഴടങ്ങലാണോ CPMൻ്റേത്? നോക്കൂ, ഇത് ആപത്ത് കാലത്തുള്ള കീഴടങ്ങലിനേക്കാൾ കൃഷ്ണരാജൻ അറിയാമല്ലോ, CPM ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്നവർ നേരിടുന്ന പ്രതിസന്ധിയുണ്ട്, സംഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയുണ്ട്. ഇന്നിപ്പോൾ G. സുധാകരൻ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിൽ P. ജയരാജൻ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോരോ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് അവർ പോകും. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ശൈലി മാറ്റാതെ ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. ശൈലി മാറ്റില്ല എന്ന ഒരു വാശിയിലാണ് അവരുടെ ചില നേതാക്കൾ നിൽക്കുന്നത്. ഇവിടെ രാജ്യസഭയിലേക്ക് CPM സീറ്റ് ഘടകകക്ഷികളായ CPIക്കും കേരള കോൺഗ്രസ് ജോസ് കെ ശ്രീകുമാർ, ഈ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം കൃത്യമായി രാജു അബ്രഹാമിനെ മത്സരിപ്പിക്കാത്തതിലുള്ള അമർഷം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. കുറിലോസിനെ പരിഹസിച്ചപ്പോൾ അതിന് മറുപടിയായി തിരുവല്ലയിലെ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞു. ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതാദ്യമായി അല്ല, അത് കായംകുളത്ത് നമ്മൾ കണ്ടില്ലേ, കായംകുളം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ, കായംകുളത്തെ വിഭാഗീയത അത് CPM ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു പേർക്ക് സീറ്റ് രാജ്യസഭാ സീറ്റ് കൊടുത്തപ്പോൾ അതൊരു ത്യാഗമായിട്ട് കാണുകയാണ്. അത് ത്യാഗമല്ലത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിൽ പ്രശ്നമുണ്ടാവും സീറ്റ് കിട്ടിയില്ലെങ്കിൽ. കാരണം ജോസ് കെ മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ അവർക്ക് 2 MP മാരുണ്ടായിരുന്നു. ഒന്ന് ജോസ് കെ മാണിയും ഒന്ന് നമ്മുടെ ഇപ്പോൾ കോട്ടയത്ത് പരാജയപ്പെട്ട നേതാവും. അപ്പോൾ ഈ 2 പേർക്ക് വന്ന് ചാഴികാടൻ, ഈ 2 പേർക്ക് വന്ന് MP സ്ഥാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു MP സ്ഥാനം ഇല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രശ്നമുണ്ടാകും, ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ അത് പ്രശ്നം ഉണ്ടായാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ നോക്കൂ, ജോസ് കെ മാണിക്ക് പാലാ അസംബ്ലി മണ്ഡലമില്ല, കോട്ടയം ലോക്സഭാ മണ്ഡലവും ഇല്ല. അത് പാലാ അസംബ്ലി മണ്ഡലം UDFൻ്റെ കയ്യിലാണ്, കോട്ടയം ലോക്സഭാ മണ്ഡലം കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ നിന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത CPMന് വന്നുപോയി. അത് ജോസ് കെ മാണിക്ക് കൊടുത്തില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി പിളരുന്നത് മാത്രമല്ല, ജോസ് കെ മാണിയുടെ പാർട്ടി പിളർന്നാൽ അത് LDFന് ക്ഷീണമാകും. അപ്പോൾ ഗതി കെട്ടു. CPM വല്ലാത്തൊരു അവസ്ഥയിലായപ്പോൾ ആ സീറ്റ് കൊടുത്തതാണ്. അതൊരു ത്യാഗമായിട്ടോ ഒന്നുമല്ല, കീഴടങ്ങലായിട്ടും ഞാൻ കാണുന്നില്ല. കാരണം ജോസ് കെ മാണിയെ കൂടെ നിർത്തേണ്ടത് ജോസ് കെ മാണിയുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ അവർക്ക് തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ രക്ഷപ്പെടൽ താൽക്കാലികമാണ്. കാരണം ഇടതുമുന്നണിയിൽ നിന്നതുകൊണ്ട് ഗുണമില്ല എന്ന തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് അവിടെ 10,65,000-70,000 വോട്ടുകൾക്ക് കണ്ടാണ് ജയിച്ചത്. ജോസഫ് ഗ്രൂപ്പിനൊരു ഊർജ്ജം വന്നിരിക്കുകയല്ലേ. അതും ഏത് കാലത്ത്, ഇലക്ഷൻ കാലത്ത് അറിയാമല്ലോ, സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞ അവിടുത്തെ കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖനായ നേതാവ് ഇടക്കാലത്ത് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അങ്ങനെ ഇതുണ്ട്. ഇപ്പോഴത്തെ CPIയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം പാർട്ടി എന്തിന് CPMന് വഴങ്ങി നിൽക്കുന്നു എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ CK ചന്ദ്രപ്പൻ്റെ കാലത്തും അതിനുശേഷം ഒരു വെളിയം ഭാർഗവൻ്റെ കാലത്തും ഒരു പരിധി വരെ പന്ന്യൻ രവീന്ദ്രൻ്റെ കാലത്തുമൊക്കെ CPI കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. കാനം രാജേന്ദ്രൻ ആദ്യകാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇത് പറയാതായപ്പോൾ CPIയുടെ മേൽ കുതിരകയറലായി CPMന്. ഇപ്പോൾ കിട്ടിയ അവസരമാണ്. ഞങ്ങൾക്കുള്ള രാജ്യസഭാംഗം ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ അത് കൊടുത്തേ മതിയാകൂ. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, CPIക്ക് ദേശീയ തലത്തിൽ CPIയുടെ നിലപാടും കേരളത്തിലെ CPMൻ്റെ നിലപാടും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് CPM ഉള്ളപ്പോൾ CPI എന്തിന് എന്ന് ചിന്താവാരിയെ ലേഖനം എഴുതിയിരുന്നു CPMൻ്റെ നേതാവ്. ആ 2 കൊടി വേണോ, ചെങ്കൊടി മടക്കി വെച്ച് CPI പിരിച്ചുവിട്ടൂടെ എന്ന് ചോദിച്ച CPMൻ്റെ ചിന്താവാരികയിലാണ്.
അപ്പോൾ ഇതൊക്കെ കൊണ്ട് CPIക്ക് വളരെ മുറിവേറ്റ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരും വാശി പിടിച്ചു ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ പിന്നെ RJDയുടെ വിഷയമാണ്. RJDക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്ന് നേരത്തെ ശ്രീ ബൽദേവ് പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം എന്താണ്? ഒരു സീറ്റേ ഉള്ളൂ, അത് KP മോഹനാണ്. KP മോഹനൻ UDFനൊപ്പമായിരുന്നു. അപ്പോൾ KP മോഹനൻ UDFനൊപ്പമായിരുന്നപ്പോൾ ആ മോഹനന് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി RJD ബാധിച്ചല്ലേ എന്നുള്ള സത്യമാണ്. അത് ബാധിക്കാതിരുന്നത് അവർക്ക് ദോഷം ചെയ്തു. ഇപ്പോൾ RJDക്ക് ഒരു സ്ഥാനവുമില്ല. ഇനിയിപ്പോൾ RJD ഇന്ന് മുഖ്യമന്ത്രി അവരുടെ LDF യോഗത്തിൽ എന്താ പറഞ്ഞത്? ഇനി നമുക്ക് ഇങ്ങനെ റൊട്ടേഷനായിട്ട് വരാം, അതായത് ഇങ്ങനെ ഒരു വട്ടം കറങ്ങി വരാം, ഇങ്ങനെ ഓരോരുത്തർക്കും ആയിട്ട്. അതൊക്കെ പറയാനേ പറ്റുള്ളൂ. പ്രവർത്തിവാദത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ശരി.